ഇപ്പം സമയം 2:30 മണി. ഒരു പാതിര ഡ്രൈവ് ഒന്നും അല്ല കേട്ടോ. ചെറുതായി ഒന്ന് കോഴിക്കോട് പോയി വരാമെന്ന് കരുതി. വർക്കിൻ്റെ ഉറക്കത്തിൻ്റെ നല്ല ക്ഷീണമുള്ളതുകൊണ്ടേ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമല്ലേ. ഈ ഷോപ്പ് ഓപ്പൺ ആയിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഷോപ്പിൽ വന്നപ്പോഴാണ് നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടുകാരുടെ കുഞ്ഞു സംരംഭമാണെന്ന് മനസ്സിലായത്. പാതിര ടൈം ആയതുകൊണ്ടേ ഒരു ചായ മാത്രമേ പോയുള്ളൂ. കനായിട്ട് കഴിക്കാൻ പിന്നീട് വരണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എന്താ ഇപ്പോൾ കോഴിക്കോട് കെട്ടിയാൻ വന്നപ്പോൾ ടൂറാവില്ലേ? അല്ലാന്നേ, എൻ്റെ മൂത്ത പുത്രൻ കരാട്ടയുടെ ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷന് വേണ്ടി പോയിട്ടുണ്ട്. 3 ദിവസത്തെ പ്രോഗ്രാം ആയതുകൊണ്ടേ അവൻ്റെ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ അവനെ വിളിക്കാനുള്ള പോക്കാണ് കേട്ടോ. ഇക്ക നാളെ പോകുന്നതുകൊണ്ട് അവനെ കാണാൻ പറ്റില്ല. അപ്പോൾ കൂട്ടിയിട്ട് വരാമെന്ന് കരുതി. 5:30 അവിടെ എത്തിയോണ്ട് ഞങ്ങളൊന്ന് നേരം വെളുക്കണ വരെയും ബീച്ചിലൂടെ നടന്നു. അവരുടെ ഉറക്കം കളയണ്ട കരുതി നേരം നല്ലോണം വെളുത്തപ്പോൾ അവനെയും കൂട്ടിപ്പോന്നു. ഫസ്റ്റ് ടൈമാണ് ഫുൾ കോണ്ടാക്റ്റ് ഫൈറ്റിന് അവൻ പങ്കെടുക്കുന്നത്. അതിൻ്റെ നല്ല ടെൻഷനും അവനുണ്ടായിരുന്നു. എന്നാലും വിചാരിച്ചതിൽ നന്നായി എല്ലാവരും പ്രയത്നിച്ചതിന് ഒരു ഫലവും കിട്ടി. ഓൾ കേരള പ്രോഗ്രാം ആയതിലേ പോയിൻ്റ് കൂടുതൽ കിട്ടിയതും ഇവർക്കായിരുന്നു. അധികം നേരമൊന്നും അവിടെ ചുറ്റിത്തിരിയാനുള്ള സമയവും ഞങ്ങൾക്ക് തീരല്ലായിരുന്നു. വീട്ടിൽ വന്നിട്ടേ പിടിപ്പത് പണി കിടക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായി കേട്ടോ. എന്തോ വിശപ്പ് തീരെ ഇല്ലാത്തതുകൊണ്ട് വന്ന ഉടനെ എൻ്റെ ജോലി തുടങ്ങി. ഇക്കാക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ വെച്ചുണ്ടാക്കണമല്ലോ. സഹായിയായി എൻ്റെ വേതാളവും കൂടെ ഉണ്ടായിരുന്നു. പാവം എല്ലാം വെച്ചുണ്ടാക്കി തന്നിട്ട് അവൾ പോയത്. പെട്ടി പാക്കിങ് ജോലിയൊക്കെ രാത്രിയിലേക്ക് മാറ്റി വെച്ചിട്ടേ ഞങ്ങൾ വിരുന്നിനിറങ്ങി. ഇക്ക പോകുന്നതുകൊണ്ട് ഒരു വിരുന്ന് കൂടാൻ പോയതാട്ടോ. അവിടെ അധികം നേരം നിന്നില്ല. പെട്ടി പാക്ക് ചെയ്യുക എന്നുള്ളതും ഒരു ജോലിയാണല്ലോ. അവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കാണാം.